ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനേ ഒന്ന് സൺഗ്ലാസ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ വെച്ച് നോക്കാല്ലേ? ദേ, നമുക്ക് ചേരത്തില്ല. നമുക്കിതൊക്കെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്കത് മാറ്റിവെക്കാം. ഞാനിപ്പോൾ വന്നത്, സിനിമ എല്ലാവരുടെ സ്വപ്നമാണ് അല്ലേ? ശരിക്കും എന്നെ ഇൻസ്പയർ ചെയ്ത ആൾ സിനിമയിൽ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജോജു ജോർജ് എന്ന് പറയും. കാരണം 10-16 വർഷം സിനിമയുടെ പുറകെ നടന്നിട്ട് സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. ഇന്ന് അദ്ദേഹം നടനാണ്, പ്രൊഡ്യൂസറാണ്, എല്ലാമാണ്, സിനിമയുടെ ഒരു ഭാഗമാണ്. പക്ഷേ 16 വർഷങ്ങൾക്ക് മുൻപ് ആ മനുഷ്യൻ സിനിമയെ സ്നേഹിച്ചില്ലായിരുന്നുവെങ്കിൽ, 16 വർഷം അതിനുവേണ്ടി കഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എവിടെയും എത്തില്ലായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചാൽ ആ പെൺകുട്ടി നാളെ എന്നെ സ്നേഹിക്കണം എന്നെനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടം അറിയിക്കുമ്പോൾ തന്നെ തിരിച്ച് ഐ ലവ് യു എന്ന് പറയണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. എപ്പോഴാണോ അവൾ ഐ ലവ് യു പറയുന്നത് അതുവരെ ഞാൻ അവളെ ഫോളോ ചെയ്യണം. ഇതുപോലെയാണ് അദ്ദേഹം സിനിമയും സ്നേഹിച്ചത്. 10-16 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ട് 16 വർഷങ്ങൾക്ക് ശേഷം സിനിമ അദ്ദേഹത്തെ തിരിച്ച് സ്നേഹിച്ചു. അതൊരൊന്നൊന്നര സ്നേഹിക്കലായിരുന്നു. അപ്പോൾ ജോജുവേട്ടൻ്റെ ആ വാക്കുകളാണ് എന്നെയും ഇൻസ്പയർ ചെയ്തത്. സിനിമാ മോഹവുമായിട്ട് കൊച്ചിയിലേക്ക് മാറി, കൊച്ചിയിൽ പോയിട്ട് സീരിയലിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് ഡബിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് എൻ്റെ ലൈഫിൽ ഒരു ബാഡ് ടൈം വന്ന സമയത്ത് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളിൽ ഒരാൾ, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ എനിക്ക് വിളിച്ചിട്ട്, എടാ ഞാനിങ്ങനൊരു സിനിമ ചെയ്യുന്നുണ്ട്, അതിലൊരു കഥാപാത്രമുണ്ട്, എഴുതി വന്നപ്പോൾ നിന്റെ മുഖമാണ് മനസ്സിൽ എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു കഥ എഴുതുന്നു, അതിനകത്ത് നമ്മളൊരു കഥാപാത്രമായിട്ട് അവരുടെ മനസ്സിലേക്ക് വരിക എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൈകൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് കല്ലാമൂല എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമയിൽ എനിക്കും ഒരു ഭാഗമാവാൻ സാധിച്ചു. ഇനി എന്നെ വിളിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ശ്യാം മംഗലത്ത് നിന്നാണ്. ഞാൻ അതിന് മുൻപ് ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്, ഒരേ ഒരു പ്രാവശ്യം. അപ്പൊ ആ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എൻ്റെ മുഖം തെളിഞ്ഞു വന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കാലിബർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രാവശ്യം കണ്ടൊരു വ്യക്തിയെ ഒരു കഥാപാത്രമായിട്ട് മാറ്റുന്നു, കഥ എഴുതുമ്പോൾ ആ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് വരുന്നു. ഒരു ഡയറക്ടറുടെ ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ ശ്യാമേട്ടൻ തിരക്കഥയും സംവിധാനം നിർവഹിച്ച കല്ലാമൂല, നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ സാർ, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ, വിനീതേട്ടനും ഓരോ പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പാട്ടുകളോടുകൂടി പ്രശാന്ത് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറുടെ മ്യൂസിക് ഡയറക്ഷൻ, അപ്പൊ ഇതൊക്കെ ചേർന്ന് വന്ന ശ്യാമേട്ടന്റെ ഡയറക്ഷനും ഒക്കെ ചേർന്ന് വന്ന ഒരു സിനിമയാണ് കല്ലാമൂല. ഞങ്ങൾ എല്ലാവരും പുതുമുഖങ്ങളാണ്. ശരിക്കും ഒരു ചലഞ്ച് തന്നെയാണ്. കാരണം ഇത്രയേറെ പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ഒരുപാട് പേരുണ്ട്. എല്ലാവരും, ഒരാൾ പോലുമില്ല അറിയപ്പെടുന്ന വ്യക്തികൾ, എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പോൾ ഇത്രയും പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക് തന്നെയാണ്. ആ റിസ്ക് ഏറ്റെടുത്ത ശ്യാമേട്ടൻ ആദ്യമേ നന്ദി പറയാണ്. ഞാൻ ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണം, നാളെയാണ് കല്ലാമൂലയുടെ ട്രെയിലർ ലോഞ്ച്. നമ്മുടെ ബാദുക്ക, പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസറൊക്കെ ആയ ബാദുക്കയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയും അതുപോലെ ഇന്ദ്രൻ സേട്ടന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയുമാണ് മില്ലേനിയം ഓഡിയോസ് എന്ന് പറയുന്ന കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് കല്ലാമൂല ട്രെയിലർ നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഇവിടെയും പ്രതീക്ഷിക്കുന്നു. കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തോടെ നാളെ മാർച്ച് 1 വൈകുന്നേരം 5 മണിക്ക് കല്ലാമൂലയുടെ ട്രെയിലർ ലോഞ്ച് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തും. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.